ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. വേ പ്രോട്ടീൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോഴും വേ പ്രോട്ടീൻ സ്റ്റിറോയിഡ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആണെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. ഇനി നിങ്ങളോട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെ പോലത്തെ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടികൾക്ക് പോലും എന്താണ് വേ പ്രോട്ടീൻ എന്നും പ്രോട്ടീൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും കൃത്യമായി അറിയാം. അപ്പോൾ ആ ഒരു കാര്യം എനിക്കിവിടെ വന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ 4 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വേ പ്രോട്ടീനാണിത്. ഈ ഒരു വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്യുവറസ്റ്റ് ഫോം ആയിട്ടുള്ള ഐസൊലേറ്റിൻ്റെ ഒരു പ്രീമിയം വേ ആണ്. ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഇത്രയും റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറയുന്നത്. ഇതിൻ്റെ യൂസർ റിവ്യൂ തന്നെ യൂട്യൂബിൽ വളരെ കുറവാണ്. ഇത് യൂസ് ചെയ്യുന്ന ആളുകളും വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടീനോടുള്ള എൻ്റെ അതിയായ ഒരു ഇഷ്ടം കാരണം എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ആക്ച്വലി എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഞാനിത് ഉപയോഗിച്ചത്. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അന്ന് എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു ഏണിംഗ് ഇല്ലായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഒക്കെ വന്നിരുന്ന സമയത്താണ് ഞാൻ പ്രോട്ടീൻ പൗഡർ മേടിച്ച് കഴിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് മസിൽ ബ്ലേസ് എന്ന് പറയുന്നത്. അതല്ലാത്ത വേറൊരു ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്തിട്ടില്ല. അതിന് കാര്യമെന്ന് പറയുന്നത് നമുക്കിന്ന് മാർക്കറ്റിൽ നല്ല സോഴ്സിൽ നിന്ന് പ്രോട്ടീൻ മേടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ കുടിൽ വ്യവസായം പോലെ ഫേക്ക് പ്രൊഡക്ട്സുകൾ ഇറങ്ങുന്നുണ്ട്. മസിൽ ബ്ലേസ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഇന്ത്യൻ ബ്രാൻഡിന് ക്വാളിറ്റി കുറവാണ്, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് ക്വാളിറ്റി കൂടുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇതിലൊക്കെ ആക്യുറസി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ പുറത്തുനിന്ന് വരുന്ന പ്രൊഡക്റ്റൊക്കെ എത്രത്തോളം ക്വാളിറ്റിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യൻ ബ്രാൻഡായ മസിൽ ബ്ലേസിൻ്റെ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിതിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് മസിൽ ബ്ലേസിൻ്റെ യൂസ് ചെയ്തത് റോ വേ ഐസൊലേറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. അതിന് പ്രത്യേകിച്ച് ഫ്ലേവറോ കാര്യങ്ങളൊന്നും വരാത്തൊരു പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റും ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന്. ഈ മസിൽ ബ്ലേസ് കമ്പനി ഉണ്ടായ നാൾ തൊട്ട് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഗോൾഡ് വേ എന്ന് പറയുന്നത്. അന്ന് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. ഇന്ന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവർ ഇറക്കുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ പ്രോട്ടീൻ കഴിക്കുന്ന അന്ന് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഗോൾഡ് വേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. പക്ഷേ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അന്ന് അത് മേടിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ കോൺസെൻട്രേറ്റും അതുപോലെ റോ വേ ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഐസൊലേറ്റ് പ്രോട്ടീൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 6.62 ഗ്രാം BCAA വരുന്നുണ്ട്. അതുപോലെ തന്നെ 5.26 ഗ്രാം ഗ്ലൂട്ടാമിക് ആസിഡും വരുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സബിലിറ്റി ഒക്കെ പക്കയാണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴേക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ബ്ലോട്ടിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു വേ പ്രോട്ടീൻ തന്നെയാണ്. ഐസൊലേറ്റിൻ്റെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഐസൊലേറ്റ് തന്നെയാണ് ഇത്. പിന്നെ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂപ്പാണ് ഡെയിലി എടുക്കുന്നത്. 2 സ്കൂപ്പ് ഉപയോഗിക്കുന്നില്ല, ഒറ്റ സ്കൂപ്പാണ് ഡെയിലി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ എനിക്ക് 1 മാസത്തേക്കാണ് വരുന്നത്. അങ്ങനെ 4 മാസത്തേക്ക് ഓരോ kg വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ സോഴ്സസ് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അതർ സോഴ്സിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ചിക്കൻ, എഗ്ഗ് ഒക്കെ വെച്ചിട്ടാണ് ഞാനത് ഫുൾഫിൽ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നിങ്ങൾ മേടിക്കേണ്ട കാര്യമില്ല. മസിൽ ബ്ലേസിൻ്റെ സൈറ്റിൽ തന്നെ ഒരുപാട് ബ്ലെൻഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് ഫോം ഓഫ് വേ പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. ഈവൻ ക്രിയാറ്റിൻ്റെ പോലും ബ്ലെൻഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ബാഡായിട്ട് തോന്നി. ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് മേടിച്ചത്. പക്ഷേ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല. നമ്മളൊരു സിറപ്പൊക്കെ കുടിക്കത്തില്ല, ആ സിറപ്പൊക്കെ കുടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇതെനിക്ക് കുടിക്കുമ്പോൾ തോന്നുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് പോരായ്മകളൊന്നും പറയാനായിട്ടൊന്നുമില്ല. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, 1-2 സ്കൂപ്പും കൂടി ഇനി ഇതിനകത്ത് ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ പുതിയൊരു പ്രോട്ടീനും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേതായാലും 2-3 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്ത മസിൽ ബ്ലേസ് ആണ്. ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു പ്രോഡക്റ്റാണ് അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ തുടർന്ന് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.